ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഞാൻ വേറെങ്ങുമല്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ സാധാ ഞാൻ എല്ലാ ദിവസവും പുറത്തൊക്കെ പോകുമ്പോൾ സാധാ ചെയ്യുന്ന ഒരു കുറച്ച് ക്രീം, കുറച്ച് പൗഡർ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കണ്ണെഴുതണം, ഇങ്ങനെയൊക്കെയുള്ള സാധാ ഉള്ള നോർമലി ഉള്ള കാര്യങ്ങളല്ലാതെ വേറൊന്നുമില്ല. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഇത് തന്നെ എല്ലാ ദിവസവും ഉള്ള മേക്കപ്പ്. അപ്പോഴാരും ഇത് കണ്ട് ചിരിക്കുകയൊന്നും ചെയ്യരുത്, എൻ്റെ ഒരു അപേക്ഷയാണ്. എല്ലാവരും ഇടുന്നത് കണ്ട് എനിക്കൊരു ആഗ്രഹം തോന്നി ഞാനൊരു വീഡിയോ ഇടുകയാണ്. ഇതാണ്ട കുറച്ച് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് തന്നെ, പ്രത്യേകിച്ചല്ല, ഞാൻ പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. അത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് തേച്ച് പിടിപ്പിക്കും. മുഖത്തെല്ലാം ബാക്കിയുള്ളത് കഴുത്തിലും എല്ലായിടവും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് എല്ലായിടവും മുഖത്തെല്ലായിടവും ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിന് ശേഷം പിന്നീട് എല്ലായിടവും മുഖത്തും കഴുത്തിലും എല്ലായിടവും ഒന്ന് തേച്ച്, മുഖത്തെല്ലാം ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴുത്തിലും എല്ലായിടവും ഒന്ന് തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ സാധാ പൗഡർ, പ്രത്യേകിച്ച് വേറെ പൗഡറൊന്നുമല്ല, എൻചാൻഡറിൻ്റെ സാധാ ഒരു പൗഡർ. ഇത് ഞാൻ എടുക്കുമ്പം കുറച്ച് കൂടുതലെടുക്കും, പക്ഷേ മുഖത്ത് കുറച്ചേ ഇട്ട് കൊടുക്കാറുള്ളൂ. കയ്യിലെടുക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ അങ്ങ് എടുക്കും. എന്നിട്ട് മുഖത്തൊക്കെ നിന്നിട്ട് ബാക്കിയുള്ളത് കഴുത്തിലോ എവിടെയെങ്കിലുമൊക്കെ വാരി തേക്കും. അങ്ങനെ മുഖത്തൊക്കെ പൗഡറൊക്കെ തേച്ച് പിടിപ്പിച്ച് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇനി കണ്ണെഴുതി കൊടുക്കണം. അതിന് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ഡാസ്ലറിൻ്റെ കണ്ണല്ല, പുരുകമാണ്, തെറ്റിപ്പോയി, സോറി. അന്നേരം പുരുകം എഴുതി കൊടുക്കാൻ ഡാസ്ലറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പുരുകം ഒന്ന് ചെറുതായിട്ടൊന്ന് കറുപ്പിക്കണം. അങ്ങനെ ഐബ്രോ പെൻസിൽ വെച്ചൊന്ന് കറുപ്പിച്ചു. അതിനുശേഷം ഇപ്പുറത്തെ പിരുകവും കൂടെ അതേപോലെ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ഇപ്പുറത്തെ പിരുകവും കൂടെ ഒന്ന് എഴുതി ഒന്ന് കറുപ്പിച്ച് എടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് വേറൊരു ഐബ്രോ പെൻസിലോ ഒന്നുമില്ല, ഈ ഒരു ഇത് തന്നെ. പിന്നെ അതാണ്ട എൻ്റെ ഫേവറേറ്റ് കണ്ണെഴുതുന്നതിന് ഹിമാലയയുടെ കാജൽ, ഇത് തന്നെയാണ് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത്. ഇത് എനിക്ക് ആഗ്രഹം തോന്നി ഐലൈനർ അങ്ങനെയൊക്കെ പലതും ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കും. പക്ഷേ എന്നാലും എനിക്ക് ഈ ഹിമാലയയുടെ കാജൽ തന്നെയാണ്. എന്നിട്ട് ഞാൻ വീണ്ടും ഈ കാജലിലേക്ക് തന്നെ തിരിച്ചു പോകും. ഞാനത് യൂസ് ചെയ്യാറില്ല, വാങ്ങിച്ചിട്ട് വെറുതെ ആഗ്രഹത്തിന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഐലൈനർ എഴുതുന്നതും ഒക്കെ കണ്ട് ഞാനിങ്ങനെ വാങ്ങിച്ചിട്ട് ഞാൻ ഒരു വട്ടം വെറുതെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ അത് മായ്ച്ച് കളഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ ഹിമാലയയുടെ കാജൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. എനിക്ക് അത് തന്നെയാണ് ഇഷ്ടം. അതെനിക്ക് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതിനോട് തന്നെയാണ് ഒരു താല്പര്യം. എനിക്ക് വേറെ ഒന്നും എന്താ പറയുന്നത്, നമുക്കൊരു തൃപ്തി വരത്തില്ല, അതാണ് സംഭവം. വേറെ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തോ ഒരു അതുകൊണ്ട് ഞാൻ പിന്നെ ഈ ഒരു ഹിമാലയയുടെ ഈ ഒരു കാജൽ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്യുന്ന. ഇത് തന്നെയാണ്. പ്രത്യേകിച്ച് ആഗ്രഹത്തിന് പല എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാറുണ്ട്, കണ്ണെഴുതണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ പലതുമൊക്കെ ഐറ്റംസൊക്കെ വാങ്ങിക്കും, പക്ഷേ ഒന്നും യൂസ് ചെയ്യാറില്ല. അത് തന്നെയാണ് നടക്കുന്നത്. എപ്പോഴും ഹിമാലയയുടെ കാജൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞാൽ കണ്ണെഴുതി, പിരുകോ എഴുതി. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ശീലമില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വെറുതെ എങ്കിലും ഷോക്കെങ്കിലും വാരി തേച്ച് കാണിച്ചേനാ. ഈ ലിപ്സ്റ്റിക്കൊന്നും എൻ്റെ കയ്യിലില്ല, അതുകൊണ്ട് അതൊന്നുമില്ല. പിന്നെ ഐടെക്സിൻ്റെ പൊട്ടാണ്, ചെറിയൊരു പൊട്ട് കൂടി വെച്ച് കൊടുക്കാം. അന്നേരം ഈ ഒരു പൊട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സ്ഥിരം ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ട് കൂടി വെച്ച് കൊടുത്തു. തീർന്ന് ഇത്രയേ ഉള്ളൂ. അല്ല, ഇനി സിന്ദൂരം കൂടിയുണ്ട്. സിന്ദൂരം വാരി ഒരുപാട് സിന്ദൂരമൊക്കെ വാരി നെറ്റിയിൽ ഇല്ല മുടിയിൽ മുമ്പ് ഇടുമായിരുന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ മുടി കൊഴിഞ്ഞു പോയതുകൊണ്ട് പിന്നിപ്പം കുറച്ച് ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സിന്ദൂരം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലായതുകൊണ്ട് ഒരു ഇച്ചിരി കൂടെ ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിന്ദൂരം കൂടി ഇട്ട് കൊടുത്ത് ഇത്രയേ ഉള്ളൂ. അന്നേരം ഇതാണ് സ്ഥിരം എല്ലാ ദിവസവും ചെയ്യുന്ന ഇത്. എല്ലാ ദിവസവും സ്ഥിരം എപ്പോഴായാലും, പ്രത്യേകിച്ചൊരു വേറൊരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് തന്നെയാണ് സ്ഥിരം. പിന്നെ മുടി ഞാൻ കുളിച്ചിട്ട് വന്നതായതുകൊണ്ട് മുടി ചീകാറുമില്ല, മുടി കെട്ടി വയ്ക്കാറുമില്ല. ഇങ്ങനെ അങ്ങ് കൈവച്ച് ഒതുക്കി വെച്ചിട്ടാണ് എല്ലായിടത്തും പോകാറുള്ളത്. അന്നേരം പ്രത്യേകിച്ച് മുടി കെട്ടുന്ന ആ ഒരു ശീലമില്ല. പിന്നെ ഉണങ്ങിയൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ചീകി കെട്ടാറുള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതേപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാനന്നേരം ഇതേപോലത്തെ വീഡിയോ ഇടാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.